പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്ന് കശ്മീരിലെ സാഹചര്യവും തുടർ നീക്കങ്ങളും ചർച്ച ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി മടങ്ങിയെത്തിയ പ്രധാനമന്ത്രിയെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സ്ഥിതിഗതികൾ അറിയിച്ചു. ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. കർസേന മേധാവിയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തി. ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, നടുക്കം ഇപ്പോഴും വിട്ടുമാറാത്ത മണിക്കൂറുകളിലൂടെ കടക്കുമ്പോൾ ശക്തമായ തിരിച്ചടിക്ക് ശക്തമായ മറുപടി നൽകി തുടങ്ങിയിരിക്കുന്നു ഇന്ത്യൻ സൈന്യം. ഒപ്പം രാജ്യാന്തര തലത്തിൽ തന്നെ കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കുകയും ചെയ്യുന്നു. ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒപ്പം കശ്മീരിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകളും എങ്ങനെയാണ് വരുന്നത് ഈ നിമിഷത്തിൽ? അപർണ, ഇന്ത്യ വളരെ ശ്രദ്ധാപൂർവം തന്നെയാണ് തിരിച്ചടി തുടങ്ങിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ ആ സ്ഥലത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സൈന്യത്തിന്റെ ആകെ ശ്രദ്ധ വരുമ്പോൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ സമാനമായ രീതിയിലേക്കുള്ള ആക്രമണങ്ങൾക്കൊക്കെ ഭീകരർ പദ്ധതിയിടുകയും നടപ്പാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത് അന്താരാഷ്ട്ര തലത്തിലടക്കം ഭീകരർ സ്ഥിരമായി ചെയ്യുന്ന ഒരു രീതിയാണത്. മുൻകാലങ്ങളിലുണ്ടായ ഇത്തരം ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ടത് പരിശോധിച്ചാലും അത്തരത്തിലൊക്കെ ഉണ്ടായെന്ന് കരുതാം. ഇന്ത്യയുടെ ഒന്നാമത്തെ ലക്ഷ്യം ഇപ്പോൾ അത്തരത്തിൽ മറ്റെവിടെയെങ്കിലും ആക്രമണം നടത്താൻ പദ്ധതിയുണ്ടെങ്കിൽ അത് തകർക്കുക എന്നുള്ളതാണ്. 4 ഭീകരരെ അങ്ങനെയാണ് ഇന്ത്യ വധിച്ചത്. അതിർത്തിയിൽ പല സ്ഥലങ്ങളിലും ഉറിയിലടക്കമാണ് ഇങ്ങനെ ഭീകരരെ വധിക്കുന്ന ഒരു ഇന്നലെ രാത്രി തന്നെ വധിച്ചത്. അതോടൊപ്പം തന്നെ അതിർത്തിയിൽ പല സ്ഥലങ്ങളിലും ഏറ്റുമുട്ടലിന്റെ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിലേക്ക് സൈന്യത്തിന്റെ ശ്രദ്ധ മാറുമ്പോൾ അവിടെയൊക്കെ ആക്രമണം നടത്തുക എന്നുള്ള പദ്ധതികൾ പൊളിക്കുക എന്നുള്ളതിനാണ് ഇപ്പോൾ ഇന്ത്യ ഒന്നാമത്തെ പരിഗണന നൽകിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ കശ്മീരിൽ ഇന്ത്യയുമായി പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഏതെല്ലാം സ്ഥലങ്ങളിലാണോ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ആ സ്ഥലങ്ങളിലെല്ലാം സൈനിക വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ തിരിച്ചടികളാണ് ഈ 4 ഭീകരരെ വധിച്ചത് തന്നെ. അവർ ഏത് തരത്തിൽ ഈ സമാനമായ ആക്രമണമോ അല്ലെങ്കിൽ അതിനും ശക്തമായ ആക്രമണമോ പ്ലാൻ ചെയ്തിരുന്നവരാണോ എന്നതൊക്കെ ഇനി പിന്നീടാണ് അറിയാനുള്ളത്. എന്തായാലും അത്തരം ആക്രമണങ്ങളെ ചെറുക്കുക അല്ലെങ്കിൽ അത്തരം ആക്രമണങ്ങളുടെ തുടക്കത്തിൽ തന്നെ മുനയൊടിക്കുക എന്നുള്ള തന്ത്രത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു പ്രത്യാക്രമണത്തിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ കടന്നിരിക്കുന്നത്. ശരിയായ രീതിയിലുള്ള പ്രത്യാക്രമണം എന്നുള്ളത് എങ്ങനെ വേണം എന്നത് ഇന്ത്യ സ്വാഭാവികമായും അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാണും. കേന്ദ്ര സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേർന്നിട്ടുണ്ട്. 3 സേനാ മേധാവികളുമായും അജിത് ഡോവലുമായും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇന്ത്യ വളരെ കൃത്യമായി തന്നെ പ്ലാനോടുകൂടി തന്നെ മുന്നോട്ട് പോകുക എന്ന് തന്നെയാവും. ഇത്തരം ആക്രമണങ്ങളുടെ തുടരാക്രമണങ്ങൾ ആദ്യം ചെറുക്കുക, അതിനുശേഷം തിരിച്ചടി നൽകുക എന്നുള്ള ഒരു രീതി തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് പ്രധാനപ്പെട്ട പ്രതിരോധ വിദഗ്ധരൊക്കെ നൽകുന്ന സൂചനകൾ. ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഏത് തരത്തിലാണ് ഇന്ത്യ തിരിച്ചടിക്കുക എന്നുള്ളത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും പലപ്പോഴും അത്തരം തിരിച്ചടികളൊക്കെ ഉണ്ടാവുക. എന്തായാലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്ക് ഏറ്റവും ഒരു നാണക്കേടിന് തിരിച്ചടി ഉണ്ടാവും എന്നത് ഉറപ്പാണ്. ഇന്നലെ തന്നെ ഈ ആക്രമണം ഉണ്ടായ സ്ഥലത്തേക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഭീകരർ രക്ഷപ്പെടാനുള്ള വഴികളെല്ലാം തന്നെ ഇന്നലെ ആക്രമണം ഉണ്ടായി 3 മണിക്കൂറിനുള്ളിൽ തന്നെ പൂർണ്ണമായും അടയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അവിടെ നിന്ന് ഇവർ പുറത്തേക്ക് പോയിട്ടില്ല എന്നത് തന്നെയാണ് ഇന്ത്യൻ സേനയുടെ വിശ്വാസം. ആ തരത്തിൽ തന്നെയാണ് ഇന്ത്യൻ സേന അവിടേക്ക് പെട്ടെന്ന് തന്നെ ഇവരെ കണ്ടെത്താനുള്ള ശ്രമം കൂടി ശക്തമാക്കിയിട്ടുണ്ട്. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ചെങ്കുത്തായ മലകളും കുന്നിൻ ചെരുവുകളും അതോടൊപ്പം തന്നെ കാടും എല്ലാം ചേർന്ന ഒരു മലഞ്ചെരുവാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് വാഹനങ്ങളൊക്കെ കടന്നു ചെല്ലുക എന്നത് അത്യന്തം പ്രയാസമേറിയ സംഭവമാണ്. അവിടേക്ക് കുതിരപ്പുറത്തോ അല്ലെങ്കിൽ നടന്നോ ഒക്കെ മാത്രമേ സൈനികർക്കും ഒക്കെ എത്താൻ കഴിയൂ. ഈ സ്ഥലങ്ങളൊക്കെ ഈ ഭീകരർക്ക് ഒളിച്ചിരിക്കാനുള്ള സ്ഥലങ്ങൾ കൂടുതലുള്ള സ്ഥലം കൂടിയാണ്. സ്വാഭാവികമായും അതിനുള്ള മുന്നൊരുക്കങ്ങൾ കൂടി നേരത്തെ തന്നെ ഭീകരർ നടത്തിയിട്ടുണ്ടാവണം. അവർ അവിടെ നിന്ന് പുറത്തു പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതിൽ ഏറെക്കുറെ സേന വിജയിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അവർ പുറത്തേക്ക് വരാതിരിക്കെ ജീവനോടെ അവരെ പിടികൂടുക എന്നുള്ളതായിരിക്കും ഒന്നാമത്തെ ലക്ഷ്യം. ജീവനോടെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമാണ് അവരെ കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് കടക്കുക. സാധാരണഗതിയിൽ ഇങ്ങനെ ഭീകരപ്രവർത്തനം നടത്തുന്ന ഇത്തരം ഭീകരരെ ജീവനോടെ പിടിക്കുക എന്നുള്ളത് ഏത് രാജ്യത്തെ സംബന്ധിച്ചും ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അത് ഏറെക്കുറെ ചിലപ്പോൾ അസാധ്യമായ ഒന്ന് തന്നെയാണ്. പക്ഷേ ചില ഘട്ടത്തിലൊക്കെ അത് വിജയിക്കാൻ നമുക്ക് അജ്മൽ കസബിനെ അടക്കം ആ തരത്തിലേക്ക് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് പല ഘട്ടത്തിലും ഇത്തരം ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ അവരെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ്. കൊന്നു ഇല്ലാതാക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ജീവനോടെ പിടികൂടി ഏതെല്ലാം തരത്തിലാണ് ഇവർ ആസൂത്രണം നടത്തിയത്, ഏതെല്ലാം മാർഗത്തിലൂടെയാണ് ഇവർ കടന്നു കയറിയത്, ഇവർക്ക് എവിടെ നിന്നൊക്കെ സഹായം കിട്ടി, ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തമായി അറിയാൻ ജീവനോടുകൂടി തന്നെ ഈ ഭീകരരെ പിടിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് സൈന്യത്തിന് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വളരെ സാവധാനത്തിൽ ഇവർക്ക് പുറത്തേക്ക് പോകാനുള്ള വഴികളെല്ലാം അടച്ചുകൊണ്ടുള്ള ഒരു സൈനിക ഓപ്പറേഷന് ഇന്ത്യ തയ്യാറെടുത്ത് നിൽക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ അതിർത്തിയിലെ മറ്റു പല ഭാഗങ്ങളിലും ഇത്തരത്തിലേക്കുള്ള ആക്രമണങ്ങൾക്ക് എവിടെയെങ്കിലും ഭീകരർ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ അത് പൊളിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ്. ആ വെല്ലുവിളിയാണ് ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. പുറമേക്ക് നമുക്ക്
നമുക്ക് കാര്യമായി കാണാൻ കഴിയുന്നില്ലെങ്കിലും എവിടെയെല്ലാമാണോ ഇത്തരം ആക്രമണങ്ങൾക്ക് ഭീകരവാദികൾ നേരത്തെ തന്നെ എത്തുകയും അവിടെ തമ്പടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഓപ്പറേഷനിൽ നിന്ന് തടയുക, അവരെ കണ്ടെത്തി പൂർണ്ണമായും അവരെ ഇല്ലാതെയാക്കുക. അല്ല അങ്ങനെയല്ല, അവർ ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു ഓപ്പറേഷൻ തുനിഞ്ഞാൽ ആ ഓപ്പറേഷൻ തുടക്കത്തിൽ തന്നെ അത് തകർക്കുക. അത്തരമൊരു വലിയ ദൗത്യത്തിന് മുന്നിൽ നിൽക്കുകയാണ് ഇന്ത്യൻ സേനയാകമാനം. ഇന്ത്യയുടെ എല്ലാ ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും പൂർണ്ണമായ സഹകരണത്തോടുകൂടി അല്ലെങ്കിൽ ഒരു സംയുക്ത ഓപ്പറേഷനിലാണ് ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത്. ഇനി ഇതിനൊക്കെ ശേഷമായിരിക്കും, ഈ ഭീകരരെ പിടികൂടിയ ശേഷം അല്ലെങ്കിൽ വധിച്ച ശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് സ്വാഭാവികമായി കടക്കാൻ സാധ്യതയുള്ളത്. അല്ല അതിനപ്പുറത്തേക്ക് നേരത്തെ അതിനു മുൻപ് തന്നെ തിരിച്ചടി നൽകാനുള്ള സാധ്യതയൊന്നും നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. ഇതൊക്കെ രാജ്യം അത്യന്തം അതീവ രഹസ്യമായി ചെയ്യുന്ന നീക്കങ്ങളാവും. അത്തരം എന്തായാലും ഇന്ത്യ അതീവ ഗൗരവത്തോടു കൂടി തന്നെ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇന്നലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ഈ സ്ഥലം സന്ദർശിച്ചത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതും അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന് അത്തരം ഒരു സന്ദേശം ഇന്ത്യ നൽകുക എന്നത് തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സേനയ്ക്ക് അത്തരത്തിലേക്ക് ഒരു സന്ദേശം നൽകുക എന്നതുകൂടി ലക്ഷ്യമിട്ട് തന്നെയാണ് അത്തരം ഒരു രാഷ്ട്രീയ നീക്കം കൂടി ഇന്ത്യ നടത്തുന്നത്. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും നേതൃത്വത്തിൽ ആണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്. കരസേനാ മേധാവിയുടെയും വ്യോമസേനാ മേധാവി 3 സേനാ മേധാവികളുടെയും പ്രത്യേക യോഗം വിളിച്ച് അവരുമായുള്ള ആശയവിനിമയം അടക്കം നടത്തിയിട്ടുണ്ട്. ഇനി ഏതെല്ലാം തരത്തിൽ ഇന്ത്യ തിരിച്ചടി നൽകണം എന്നുള്ളത് പാകിസ്ഥാനെയാണ് സ്വാഭാവികമായും ഇന്ത്യ പ്രധാനമായും സംശയിക്കുന്നത്. ലഷ്കർ എ തൊയ്ബ എന്ന ഭീകര സംഘടനയാവും ഇതിന് പിന്നിൽ എന്ന് തന്നെയാണ് ഇന്ത്യ കണക്കുകൂട്ടുന്നത്. ഏതെല്ലാം വഴിക്കാണ് ഇവർ ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത്, അല്ലെങ്കിൽ ഏതെല്ലാം വഴിക്കാണ് ഇവർ കടന്നു കയറിയത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി ചിലപ്പോൾ ഇന്ത്യൻ സേനയ്ക്ക് പൂർണ്ണമായും വിവരങ്ങൾ ലഭ്യമായി കാണും. അതിൻ്റെ അതിനനുസരിച്ചുള്ള ഒരു തിരിച്ചടിക്ക് തന്നെയാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. അത്തരം ഒരു സന്ദേശമാണ് എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. അത് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഒരു സ്ഥലത്തേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടേക്ക് മാത്രം വരുമ്പോൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ സമാനമായ രീതിയിൽ ആക്രമണം നടത്തുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളി എല്ലാ ഭീകര സംഘടനകളും, പ്രത്യേകിച്ച് ലഷ്കർ എ തൊയ്ബയുടെ ഒരു രീതി തന്നെ മുൻ ആക്രമണങ്ങളും ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാകും. ഒരു സ്ഥലത്ത് ആക്രമണം നടത്തുമ്പോൾ അതിന് നടുക്കം മാറുന്നതിന് മുമ്പ് വീണ്ടും തുടർ ആക്രമണങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് നടത്തുക എന്നുള്ളതാണ്. അത് പൂർണ്ണമായും തകർത്ത് അതിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ. അത് വിജയകരമായി ഇതുവരെ നടന്നിട്ടുണ്ട് എന്ന് വേണം കണക്കാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് 4 ഭീകരരെ ഒളിത്താവളങ്ങളിൽ നിന്ന് ഇന്ത്യൻ സേന ഇപ്പോൾ ഏറ്റുമുട്ടലിലൂടെ വധിച്ചിരിക്കുന്നത്. ചിലപ്പോൾ അവർ ആഴ്ചകൾക്ക് മുമ്പോ മാസങ്ങൾക്ക് മുമ്പോ ഒക്കെ അവിടെ എത്തിയതാവാം, അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ്, അതൊന്നും കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും അത്തരമൊരു ആക്രമണ പദ്ധതി ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കുറച്ച് ഭീകരർ മാത്രം വന്നുകൊണ്ടുള്ള ആക്രമണ പദ്ധതി ആവില്ല. ലഷ്കർ എ തൊയ്ബയെ പോലെ ഒരു സംഘടന ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക, അവർ പലതരത്തിൽ പല സ്ഥലത്ത് നിന്ന് അടിക്കുക എന്നുള്ള രീതി സ്വാഭാവികമായി ഉപയോഗിക്കാൻ അതിപ്പോൾ എന്തായാലും തകർത്തിരിക്കുകയാണ്. ഈ ആക്രമണം നടന്ന 24 മണിക്കൂറാകുമ്പോഴും മറ്റെവിടെയും അത്തരമൊരു ആക്രമണം തടയാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ സേനയുടെ അതീവ ജാഗ്രതയുടെ കൂടി തെളിവായി ആ തരത്തിലേക്ക് തന്നെ ഇന്ത്യൻ സേന ഇപ്പോൾ നിൽക്കുകയാണ്. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ലോകം തന്നെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലേക്കുള്ള ഒരു തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അത് ഏതു സമയത്തും ഉണ്ടാവും എന്ന് തന്നെയാണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നിലപാട് കൂടി ലോകരാഷ്ട്രങ്ങൾ ഏത് തരത്തിലാണ് കാണുന്നത്? ഇതിനകത്ത് പങ്കില്ല എന്ന് എല്ലാ തവണയും പറയുന്നത് പോലെ പാകിസ്ഥാൻ പറയുമ്പോഴും കഴിഞ്ഞ ദിവസം പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീർ കശ്മീരുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതാണ് പ്രകോപനമായത് പഹൽഗാം ആക്രമണത്തിലേക്ക് എന്നുള്ള വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് പറയുമ്പോൾ പോലും കൃത്യമായ രീതിയിൽ പാകിസ്ഥാൻ ഇതിൽ പ്രതിക്കൂട്ടിലാകുന്ന ഒരു വിലയിരുത്തലുകൾ, വിമർശനങ്ങളും തന്നെയല്ലേ ആഗോളതലത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്? അതുതന്നെയാണ് അപർണ. പ്രധാനമായും ലോകരാജ്യങ്ങളെല്ലാം തന്നെ, ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് ആ തരത്തിൽ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ആക്രമണത്തിന് തെരഞ്ഞെടുത്ത സമയം കൂടി ഏറ്റവും പ്രധാനമാണെന്നത് ആലോചിക്കണം. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പാകിസ്ഥാൻ ആ തരത്തിലേക്കൊരു സപ്പോർട്ട് ഇപ്പോൾ ലഭിക്കുന്നില്ല. ഇന്ത്യയുമായി കൂടുതൽ എടുക്കുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റും കുടുംബവും ഇന്ത്യയിൽ ഉള്ള സമയത്താണ് അവർ ആക്രമണത്തിന് വേണ്ടി കൃത്യമായി സമയം തെരഞ്ഞെടുത്തത്. അതോടൊപ്പം തന്നെ സൗദി പാകിസ്ഥാന്റെ വിഷയത്തിൽ കശ്മീരിന്റെ അവകാശവാദത്തിലടക്കം സൗദിയുടെ ഭാഗത്തു നിന്ന് പാകിസ്ഥാൻ ആ തരത്തിലേക്ക് ഒരു പിന്തുണ ലഭിക്കുന്നില്ല. പാകിസ്ഥാനെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. സൗദി അറേബ്യയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന സമയവും അമേരിക്കൻ പ്രസിഡന്റ്, പ്രത്യേകിച്ച് സൗദി അറേബ്യയും അമേരിക്കയും ഇന്ത്യയോട് കൂടുതൽ അടുക്കുകയും പാകിസ്ഥാനുമായി കൂടുതൽ അകലുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഈ ഒരു രാജ്യത്തിന്റെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക, ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദിയിലായിരിക്കുക. അത്തരം ഒരു സമയം തെരഞ്ഞെടുത്ത് തന്നെ ആഗോളതലത്തിൽ ഇതിന് വരുന്ന വാർത്തകളൊക്കെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുമ്പോൾ ഇന്ത്യയിൽ ആക്രമണം നടന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുമെന്ന് ഭീകരർ സ്വാഭാവികമായും കണക്കുകൂട്ടും. അതുണ്ടാക്കുന്ന ഒരു ആഗോളതലത്തിൽ ഉണ്ടാക്കുന്ന ഒരു വാർത്താ പ്രാധാന്യമൊക്കെ ഈ ഭീകര സംഘടനകൾ സ്വാഭാവികമായും ലഷ്കർ എ തൊയ്ബയൊക്കെ പലപ്പോഴും ആക്രമണം നടത്തുമ്പോൾ അവരതിന് തിരഞ്ഞെടുക്കുന്ന സമയം, സ്ഥലം, അതിനൊക്കെ രീതിയൊക്കെ പ്രധാനമാണ്. ഇന്നലെ തന്നെ അവർ അതിന് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ ആവണം അവർ അങ്ങനെ
മതം ഈ വധിക്കാനുള്ള ആളുകളിലൊക്കെ മതം തിരക്ക് അത് പരസ്യപ്പെടുത്തുക അങ്ങനെയുള്ള ഒരു ആ തരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ യോജിച്ചു നിൽക്കുന്ന ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഇന്ത്യയെ വിഭജിക്കുക എന്നുള്ള ഒരു മനഃപൂർവ്വമായി ഒരു വിഷം ഇന്ത്യക്കാരുടെ ഉള്ളിൽ കലക്കുക എന്നുള്ള ലക്ഷ്യം അടക്കം ഇവരുടെ മുന്നിലുണ്ട്. ഇത്തരം ആഭ്യന്തരമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുക, ഈ കശ്മീരിലെ ജനതയെ സമാധാനവും ആത്മവിശ്വാസവും ഒക്കെ അവർക്ക് നൽകുക. കശ്മീരിലെ ജനതയെ സംബന്ധിച്ചാണെങ്കിൽ അവർ ഏറെക്കാലമായി ഈ ഭീകരവാദത്തിന്റെ ദുരന്തങ്ങൾ ഏറെ അനുഭവിച്ച ഒരു ജനതയാണ്. അവർ പതിയെ പതിയെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും കശ്മീരിലേക്ക് ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കശ്മീർ. കശ്മീരിന്റെ ടൂറിസത്തിന് ഏറ്റവും പ്രധാനമായ തടസ്സം എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഭീകരവാദികളാണ്, അല്ലെങ്കിൽ അവിടെ ഭീകരവാദികളുടെ ഭീകരപ്രവർത്തനങ്ങൾ നിരന്തരം നടക്കുന്നതുകൊണ്ട് അവിടേക്ക് ടൂറിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറെ കാലമായി ഇതിന് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു. ഈ വർഷം റെക്കോർഡ് വർധനമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഉമർ അബ്ദുള്ള അടക്കം അതിന്റെ കണക്കുകൾ പറയുമ്പോൾ 4 ലക്ഷത്തിലധികം ആളുകളൊക്കെ അവിടേക്ക് എത്തുക, വിദേശികളടക്കം 50,000-ലധികം 1,00,000-ലധികം വിദേശികൾ അവിടെ എത്തുന്നു. ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും കശ്മീരിലെ സാധാരണക്കാരുടെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃഷിയോ കാലിമേക്കലോ അല്ലെങ്കിൽ ടൂറിസവും ഒക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. ആ കശ്മീരിലെ ജനത അത്തരമൊരു ജീവിതത്തിലേക്ക് മടങ്ങി വരികയും അവിടെ കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുകയും അവരുടെ ജീവിതം മെച്ചപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു ഘട്ടത്തിൽ കൂടുതൽ ടൂറിസ്റ്റുകൾ ഇനിയും വരും എന്ന പ്രതീക്ഷയിൽ അവർ കൂടുതൽ ഈ ടൂറിസം മേഖലയിലൊക്കെ നിക്ഷേപങ്ങൾ നടത്തുകയും അതിന് ഏറ്റവും സാധാരണക്കാരനായ കച്ചവടക്കാരനായാലും അവിടെ ടൂറിസ്റ്റ് ഗൈഡായി നിൽക്കുന്ന ആളുകളായാലും അവർക്ക് കുതിരകളെയൊക്കെ സഞ്ചാരികൾക്ക് വേണ്ടി കുതിരകളെ നൽകുന്നവരായിരിക്കും. ഈ സഞ്ചാരികളൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ കച്ചവടം നടത്തുന്ന ആളുകളായാലും ഒക്കെ അവരങ്ങനെ ഓരോരുത്തരും അവരുടെ ജീവിതം ഇങ്ങനെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകൾക്കാണെങ്കിൽ ജീവിതം നഷ്ടമായത് കശ്മീരികൾക്കാണ് എന്ന് കൂടി പറയേണ്ടി വരും. അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്ന കശ്മീരികൾ ഇന്നിപ്പോൾ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ കുടിവെള്ളവും അതോടൊപ്പം തന്നെ ബിസ്ക്കറ്റും ബ്രെഡും ഒക്കെ നൽകി അവരുടെ